പള്ളിക്കമ്മിറ്റിക്ക് വേണ്ടി നിലനികത്തിയ കേസിലകപ്പെട്ട ചെറുവത്തൂർ കൈതക്കാട് തങ്കരാജന് പള്ളിക്കമ്മിറ്റി എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകും. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലമിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് ബന്ധപ്പെട്ടവർ ഇക്കാര്യം അറിയിച്ചത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. പടന്ന ഗണേഷ് മുക്ക് നസ്രത്തുദ്ദീൻ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ഖബർസ്ഥാന്റെ തകർന്ന ചുറ്റുമതിൽ നിരപ്പാക്കുന്നതിനെത്തിയതിനെ തുടർന്നാണ് തങ്കരാജ് കേസിൽ അകപ്പെട്ടത്. തങ്കരാജിന് ജില്ലാ കളക്ടർ 44,85,000 രൂപ പിഴ ചുമത്തുകയും വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വണ്ടി കസ്റ്റഡിയിലാവുകയും അരക്കോടിയോളം രൂപ പിഴയും ലഭിച്ചതോടെ തങ്കരാജും കുടുംബവും തീർത്തും പെരുവഴിയിലായി. പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ കൈയൊഴിഞ്ഞ തങ്കരാജിന് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസും വന്നതോടെ പെരുന്നാൾ ദിനത്തിൽ പള്ളിവളപ്പിൽ ഉപവാസമിരിക്കേണ്ടി വന്നു. ഇതോടെ ഒരു വിഭാഗം മഹല്ല് നിവാസികൾ പള്ളിക്കമ്മിറ്റിക്കെതിരെ തിരിയുകയും അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലമിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ലോൺ അടവിന്റെ കാര്യത്തിൽ തങ്കരാജിനെ സഹായിക്കുന്നതിന് ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. 33 അടവ് ബാക്കിയുള്ള ലോൺ വണ്ടി വിട്ടുകിട്ടും വരെ മാസം തോറും നസ്രത്തുദ്ദീൻ ജമാഅത്ത് മഹല്ല് നിവാസികൾ അടച്ചു തീർക്കുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമിയുടെ തൽസ്ഥിതി സംബന്ധിച്ച് ജമാഅത്ത് കമ്മിറ്റി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ത്വരിതപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവര് ലോണിപ്പം നിലവിൽ അടച്ചു കഴിഞ്ഞു. 3 പൂശിക ഉണ്ടായിരുന്നു, അത് അവർ അടച്ചു. പിന്നെ അങ്ങോട്ട് ഇനി 30 അടവുണ്ട്, അതും പള്ളി കമ്മിറ്റിക്കാർ അടച്ചു തരാണ് പറഞ്ഞത്. ഇനി വണ്ടി എഗ്രിമെന്റ് മാറ്റി. പിന്നെ ഇപ്പൊ നിലവിൽ കേസ് ഉള്ളത് ഇനി വണ്ടി റിലീസ് ആവാൻ ജഡ്ജിമെന്റ് എങ്ങനെ വരണം അതുപോലെ ചെയ്യും. അതുകൊണ്ട് ഈ ജഡ്ജിമെന്റ് അധികം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ CPMന്റെ ബ്രാഞ്ച് മുകേഷ് ബാലകൃഷ്ണനോട് മന്ത്രി നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം, പിന്നെ എന്തെങ്കിലും പുറത്താൻ കഴിയുമെന്ന് ആലോചിക്കാണ് പറയുന്നത്. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ TP മുത്തലീബ്, PP അഹമ്മദ്, UK മുസ്താഖ്, VK ഖാലിദ്, JCB ഉടമ തങ്കരാജ്, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, സാമൂഹ്യ പ്രവർത്തകരായ VK റഫീഖ് ഹാജി, മുകേഷ് ബാലകൃഷ്ണൻ, V പ്രകാശൻ എന്നിവരാണ് മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.